മക്കയിലെ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് മുസ്അബ് ബിൻ ഉമൈർ. ഉപ്പ വലിയ സമ്പന്നനാണ്, ഉമ്മയും വലിയ സമ്പത്തുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് ഉമ്മ നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. കാണാൻ നല്ല സുമുഖനും സുന്ദരനുമാണ്. വളരെ വില കൂടിയ സുഗന്ധദ്രവ്യങ്ങളാണ് ഉപയോഗിച്ചത്. അങ്ങനെ മക്കയിൽ യുവാക്കളുടെ ഇടയിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇസ്ലാം സ്വീകരിച്ച കാര്യം ആരെയും അറിയിക്കാതെ രഹസ്യമായി വെച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ കഅബയുടെ പരിസരത്ത് നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഉസ്മാൻ ഇബ്നു തൽഹ എന്ന വ്യക്തി കണ്ടു. വീട്ടിൽ ചെന്ന് വിവരം അറിയിച്ചു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ പ്രതിസന്ധി നിറഞ്ഞതായി മാറി. അതുവരെ അനുഭവിച്ചിരുന്ന ലൗകികമായ മുഴുവൻ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു. വീട്ടുകാർ ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ പിടിച്ച് ബന്ധനസ്ഥനാക്കി. അങ്ങനെ അതൊക്കെ ചെയ്തതിൻ്റെ ഉദ്ദേശം അദ്ദേഹം ഇസ്ലാം കൈയൊഴിച്ച് പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ അദ്ദേഹം ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഭീഷണികളോ അല്ലെങ്കിൽ എതിർപ്പുകളോ ഒന്നും വകവയ്ക്കാതെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി പ്രകാരം ഒരു സംഘം ആൾക്കാർ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയപ്പോൾ ആ സംഘത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു പോയി. മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ആ സംഘത്തിലും മുസ്അബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആദ്യമായി മദീനയിലേക്ക് ഹിജ്റ ചെയ്തെത്തിയത് മുസ്അബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ദൗത്യം ഏൽപ്പിച്ച് ആദ്യമായി നിയോഗിച്ചയക്കുന്നത് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. മദീനക്കാരായ കുറേ സഹാബ, കുറേ വ്യക്തികൾ ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ അവരുമായി സംസാരിച്ച് മിനായിലെ തമ്പിൽ വെച്ച് സംസാരിച്ച് അങ്ങനെയാണ് ഹിജ്റയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. ഹിജ്റയുടെ സാഹചര്യം അതാണ്. 2 പ്രാവശ്യം മദീനക്കാരായ കുറച്ചാൾക്കാരുമായി മിനായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയും മദീനയിലേക്ക് പോയി അവിടെ ദഅവത്ത് ചെയ്യാനുള്ള അനുമതി അവർ നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകാമെന്ന് അവർ അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് നബിയും സഹാബാക്കളും ഹിജ്റ പോയത്. അപ്പോൾ അങ്ങനെ മദീനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ലഭിക്കും എന്ന് ഉറപ്പായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്ന് ദഅവത്ത് ചെയ്യാനും അവിടെ ഉള്ളവർക്ക് ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുമായി നിയോഗിച്ചത് ഈ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം നല്ല കാര്യബോധമുള്ള ആളാണ്. കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ധൈര്യവും തൻ്റെടവുമുണ്ട്. എന്നാൽ ശാന്തനാണ്. ശാന്തമായി കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു പക്വതയും എല്ലാം ഒത്തിണങ്ങിയ, എന്നാൽ കാഴ്ചയിൽ വളരെ സുന്ദരനും യോഗ്യനും എല്ലാമാണ്. ആ നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് അയച്ചു. മദീനയിലെത്തി അദ്ദേഹം അവിടുത്തെ ജനങ്ങളോട് ദീനിൻ്റെ കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കാനും എല്ലാം ആരംഭിച്ചു. കുറേശ്ശെയായി പലരും ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ മദീനയിൽ ഈ വിഷയം ചർച്ചാ വിഷയമായി. കുറച്ച് ആൾക്കാർ, ഒരാൾ പുറത്തു നിന്ന് വന്നിരിക്കുന്നു, അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചിട്ട് പുതിയ മതം ഉണ്ടാക്കിയിരിക്കുന്നു, മതത്തിലേക്ക് ആൾക്കാർ കൂടുന്നു. ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഔസ് ഖസറജ് എന്ന 2 ഗോത്രക്കാരാണ് മദീനയിൽ ഉണ്ടായിരുന്നത് പ്രധാനമായി. അതിലെ ഒരു വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് ഉസൈദ് ബിൻ ഹുദൈർ. അദ്ദേഹം മുസ്അബ് റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വന്നു. ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കണം, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്നൊക്കെ പറയാനാണ് വന്നത്. അപ്പോൾ അദ്ദേഹം ഒരു തോട്ടത്തിൽ കുറേ ആൾക്കാരെ കൂട്ടി അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഉസൈദ് വന്നിട്ട് പറഞ്ഞു, കയ്യിലൊരു ആയുധമൊക്കെ ഉണ്ട്, നിങ്ങൾ ഈ പരിപാടി നിർത്തണം, എത്രയും പെട്ടെന്ന് നാട് വിട്ടു പോകണം, ഇവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു വളരെ ശാന്തമായിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനു മുമ്പ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കാൻ ഒരു സാവകാശം കാണിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞു.
അപ്പോൾ ഉസൈദിന് തോന്നി ഇതൊരു നല്ല പ്രതികരണമാണല്ലോ, കാരണം കാര്യങ്ങൾ കേൾക്കട്ടെ, കേട്ടതിന് ശേഷം തീരുമാനിക്കാം. അങ്ങനെ ഉസൈദ് ആ സ്ഥലത്തിരുന്നു. കുറേ നേരം ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് ഉസൈദ് ഇസ്ലാം സ്വീകരിച്ചു. ഉസൈദിനെ പറഞ്ഞയച്ചത് സഅദ് ഇബ്നു മുആദാണ്. സഅദ് ഇബ്നു മുആദാണ് ആ ഗോത്രത്തിൻ്റെ എല്ലാ നിലയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാവ്. ഉസൈദ് ഇബ്നു ഹുദൈർ സഅദ് ഇബ്നു മുആദിനോട് ചെന്ന് പറഞ്ഞു, ഞാൻ ചെന്ന് ആളെ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തെറ്റൊന്നും ഞാൻ കാണും. നേരായ കാര്യങ്ങൾ, ശരിയായ വശങ്ങളാണ് അദ്ദേഹത്തിന്. നീയും മതം മാറി എന്ന് പറഞ്ഞിട്ട് സഅദ് ഇബ്നു മുആദ് ആയുധമൊക്കെ എടുത്ത് ഇറങ്ങി നേരെ മുസ്അബ് ബിൻ ഉമൈറും സംഘവും ഇരിക്കുന്ന സ്ഥലത്ത് ഉസൈദ് ബിൻ ഹുദൈർ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. അപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ പോലെ പ്രതികരിക്കുകയും ചെയ്തു. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ വാക്കുകളൊന്ന് കേൾക്കാൻ നിങ്ങൾ സാവകാശം കാണും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞപ്പോൾ സഅദ് ബിൻ മുആദും ആ സ്ഥലത്തിരുന്നു. സഅദ് ബിൻ മുആദ് കുറേ നേരം കാര്യങ്ങൾ കേട്ടു. അവിടെ നിന്ന് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അത്ഭുതകരമായ വാക്കുകളാണ് ഇദ്ദേഹത്തിൻ്റെത്, വാക്കുകളുടെ ഒരു ഒഴുക്കാണ്. അതിനോടൊപ്പം തന്നെ വളരെ ശാന്തനാണ്, സത്യസന്ധമായ ഭാവമാണ്, എല്ലാ നിലയിലും ആകർഷകമായ ഒരു വ്യക്തിത്വമാണ് ഈ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ബനു അബ്ദുൽ അഷ്ഹൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ചെന്ന് ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ ഈ ഗോത്രത്തിലുള്ള, നമ്മുടെ ഗോത്രത്തിലുള്ള സ്ഥാനം എന്താണ്? നിങ്ങൾ നമ്മുടെ നേതാവാണ്, അപ്പോൾ എൻ്റെ വാക്കിന് നിങ്ങളുടെ ഇടയിൽ ഒരു അംഗീകാരം ഉണ്ടാകണമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളും ആ മതത്തെ സ്വീകരിക്കണം. ബനു അബ്ദുൽ അഷ്ഹലുള്ളവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രം. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മദീനയെ എടുത്തത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ സുന്ദരമായ വർത്തമാനങ്ങളും ആകർഷണമായ പ്രവർത്തന രീതികളും സവിശേഷമായ സ്വഭാവ ഗുണങ്ങളും എല്ലാം കണ്ട് ആകൃഷ്ടരായ ജനങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സാധിക്കുന്നിടത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിനു ശേഷം കുറഞ്ഞ നാളാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇസ്ലാം സ്വീകരിച്ച് താമസിയാതെ ഹിജ്റ ചെയ്ത് മദീനയിലെത്തുന്നു. മദീനയിലെത്തിയതിനു ശേഷം ആദ്യ കാലഘട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടുതലായി കഴിച്ചുകൂട്ടാൻ കഴിയുമായിരുന്നില്ല. മക്കയിലെ സാഹചര്യം അങ്ങനെയായിരുന്നു. കാരണം നബിയോടൊപ്പം ദീർഘമായി ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ രഹസ്യമായി ഇരുന്നാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നതും ദീനിയായ തർബിയത്തുകൾ സഹാബാക്കൾക്കൊക്കെ നൽകിയിരുന്നതും. മദീനയിൽ എത്തിയതിനു ശേഷമാണ് സത്യത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ധൈര്യപൂർവ്വം സഹാബാക്കൾക്ക് ഒരുമിച്ചിരിക്കാനും നബിയിൽ നിന്നും കാര്യങ്ങൾ കേൾക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായത്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി പിറ്റേ വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. ബദർ യുദ്ധത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു മുഹാജിറുകളുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. ഒരു കൊടി പിടിച്ചിരുന്നത് അദ്ദേഹമാണ്. ഉഹദ് യുദ്ധത്തിൽ മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദാവുകയും ചെയ്തു. മുസ്അബ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു അഥവാ കൊല ചെയ്യപ്പെട്ടു എന്ന ഒരു കിംവദന്തി പരക്കുകയും അതിൽ സഹാബാക്കൾ പലയിടത്തായി ചിതറി ഓടുകയും ചെയ്ത ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നായി അക്രമത്തിന് മുസ്ലിമീങ്ങൾ വിധേയരായി. മുന്നിലൂടെയും പിറകിലൂടെയും, മുന്നിലൂടെ അബൂ സുഫിയാന്റെ സൈന്യം അടങ്ങി വരികയും പിറകിലൂടെ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അടങ്ങി വരികയും എല്ലാം കൂടെ ചേർന്നപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോയ മുസ്ലിമീങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. പല പ്രധാനപ്പെട്ട സഹാബാക്കളും ഷഹീദായി. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത് ആ സന്ദർഭത്തിലാണ്. അതുപോലെ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവും ഷഹീദായത് ആ യുദ്ധത്തിലാണ്, ആ സന്ദർഭത്തിലാണ്. ഉഹദ് സന്ദർശിക്കുന്നവർക്ക് കാണാം മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെയും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ഖബർ പ്രത്യേകമായ ഭാഗത്ത് അടയാളപ്പെടുത്തപ്പെട്ടെന്ന് പറഞ്ഞാൽ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ളതായിട്ട് അന്ന് ഇല്ല. ഇപ്പോൾ പുതിയതായിട്ട് അതിൻ്റെ ബോർഡൊക്കെ വെച്ചു തുടങ്ങി എന്നറിഞ്ഞു. അല്ലാഹു അലം കൊണ്ടോന്നറിയില്ല. ഏതായാലും പറഞ്ഞ് കേട്ടിടത്തോളം മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറിൻ്റെ ഭാഗം പ്രത്യേകമായി നമുക്ക് കാണാൻ കഴിയും. അവിടെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം, ഷഹാദത്ത്
അദ്ദേഹത്തിൻ്റെ ഷഹാദത്തിന് ശേഷമുള്ള ജനാസ കഫൻ ചെയ്തത് എല്ലാം പിൽക്കാലത്ത് പല സഹാബാക്കളും അനുസ്മരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസയെ അനുസ്മരിക്കുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം നോമ്പെടുത്ത് വൈകുന്നേരമായപ്പോൾ നോമ്പ് തുറക്കാൻ കുറേ ആഹാരം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയെന്നാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ. എന്താണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ മുമ്പിൽ വെച്ചിരിക്കുന്ന ആഹാരം, ഒരുപാട് ആഹാരങ്ങൾ കഴിക്കാനുള്ളത് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്, പല വിഭവങ്ങൾ, പല ഇനം ആഹാര സാധനങ്ങൾ. അപ്പോൾ അദ്ദേഹം മുസ്അബ് റളിയല്ലാഹുവിനെ അനുസ്മരിച്ചു എന്നാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളുടെയും നടുവിൽ ജനിച്ച് എല്ലാം അനുഭവിച്ച് മക്കയിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി വളർന്നു വന്ന ആ യുവാവ് ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ഇതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും അവസാനം ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസ പൊതിയാൻ ഞങ്ങളുടെ കയ്യിൽ തുണിയില്ലായിരുന്നു. തല മൂടിയാൽ കാലിൻ്റെ ഭാഗം പുറത്തു വരുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനാസ ഞങ്ങൾ കഫൻ ചെയ്തത്. തല ഭാഗം തുണി കൊണ്ട് മൂടുകയും കാലിൻ്റെ ഭാഗം ഇദ്ഹർ എന്ന് പറയുന്ന ഒരു പുല്ല് വെച്ചിട്ട് മറച്ചിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ജനാസ കഫൻ ചെയ്തത് എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവും ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേ വിശാലതകൾ, സമ്പത്തുണ്ടാവുകയും ഐശ്വര്യങ്ങൾ വർദ്ധിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട്, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബാക്കൾ ഒരുപാട് സമ്പത്ത് അനുഭവിച്ച് ജീവിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ഈ ലോകത്ത് നിന്ന് യാത്രയായി പോയിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ദീനിന് വേണ്ടി ത്യാഗം ചെയ്തു, പക്ഷേ അതെല്ലാം ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടുകയാണോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു എന്ന് മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഒരു സൗഭാഗ്യങ്ങളിൽ വലിയൊരു സമ്പത്തിൻ്റെ അവസ്ഥയിൽ തുടങ്ങി ഒന്നുമല്ലാതായി ഈ ലോകത്ത് നിന്ന് യാത്രയായെങ്കിലും ഷിർക്കിൽ ജീവിതം ആരംഭിച്ച് ശരിയായ തൗഹീദിൽ ജീവിതം അവസാനിപ്പിക്കാൻ, ആ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബിയാണ് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളുടെ ജീവിതം പകർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.